ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇവിടെ ങ്ങളിൽ 5 അതിശക്തമായിട്ടുള്ള മത്സരം LDF കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പത്രഭാഷയിലേക്ക് മാറ്റിയാൽ അത് ആറ്റിങ്ങൽ, മാവേലിക്കര, പാലക്കാട്, കണ്ണൂർ, ആലത്തൂർ ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ തോൽക്കാം എന്നാണ് UDF വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ 2019 താരതമ്യം ചെയ്യുമ്പോൾ 1-ൽ നിന്ന് 5-ലേക്ക് LDF ഉയരും എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഇന്നത്തെ KPCC നേതൃയോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ MM ഹസൻ, ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനാണ് അതിന് അധ്യക്ഷം വഹിച്ചിട്ടുള്ളത്. K സുധാകരൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ MM ഹസനെ മാറ്റി K സുധാകരൻ KPCC അധ്യക്ഷനായി സ്ഥാനമേൽക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ AICCയിൽ നിന്നൊരു കത്തുണ്ട് ദീപാദാസ് മുൻഷിക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തീരുന്നതിന് മുമ്പ് പ്രത്യേക അറേഞ്ച്മെൻറ്റായി MM ഹസൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരും എന്നുള്ളത്. ഇനി ഒരു കത്തുകൂടി കിട്ടിയാൽ മാത്രമേ K സുധാകരന് സ്ഥാനമേൽക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് നില. അതിൽ K സുധാകരൻ അസ്വസ്ഥനാണ് എന്നും പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിൽ വോട്ട് ശതമാനം ഇടിഞ്ഞല്ലോ. സംഘടനാപരമായി ഇത് വിലയിരുത്താൻ ഇന്ന് ചേർന്ന KPCC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത്. DCCകൾ അത് പരിശോധിക്കാനും ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഈ പറയുന്ന കണക്ക്, അതായത് സംഘടനാപരമായി വോട്ടർമാരെ മുഴുവനായി പോൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഒരു നിശബ്ദ ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ട് പോലും ആ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് KPCC പ്രസിഡന്റ് ആയ K സുധാകരനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി കാണാമോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? നികേഷേ, ഇന്നത്തെ KPCC നേതൃയോഗത്തിൽ അത്യാവശ്യം വസ്തുനിഷ്ഠമായ ഒരു ചർച്ച നടന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നികേഷിനെ വിളിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്. പക്ഷേ അതിനു മുമ്പായിട്ട് ഞാൻ 2 വാചകങ്ങൾ എനിക്ക് പറയാനൊരു അവസരം തരണം. അതായത് നമുക്കറിയാം, ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് കേരളത്തിൽ BJP ഇത്തവണ അഖിലേന്ത്യാ തലത്തിൽ കുറേ കൂടെ വളരെ വ്യക്തമായ ഒരു മുസ്ലിം വിരുദ്ധ നയം സ്വീകരിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഘട്ടം തുടങ്ങിയെങ്കിലും, ആദ്യം ഇതുണ്ടായിരുന്നില്ലെങ്കിലും രണ്ടാമത്തെ ഘട്ടം മുതലെങ്കിലും മോഡി അടക്കം. അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ അതിൻ്റെ ഒരു സമാഹരണം ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായിട്ട് ഉറപ്പുണ്ടായിരുന്നു 2 മുന്നണികൾക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 2 മുന്നണികളും വലിയ തോതിൽ വർഗീയ പ്രീണനം അല്ലെങ്കിൽ വർഗീയത പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വളരെ സത്യമാണ്. ഇവിടെ കോഴിക്കോട്ട് കോൺഗ്രസ് ആർക്കും സീറ്റില്ല, ഇനി കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് മലബാറിലെ പല സീറ്റുകളും CPM നേടിയത്? BJP ഇപ്പോൾ ചെയ്തതുപോലെ കോൺഗ്രസിൽ നിന്ന്, ലീഗിൽ നിന്ന് ആളുകളെ പിടിച്ച് അവിടെ ഒരു പ്രത്യേകതരം സോഷ്യൽ എൻജിനീയറിങ് നടത്തി തന്നെയാണ് ശ്രീ ചിത്തരഞ്ജൻ നിങ്ങളുടെ പാർട്ടി പല ലീഗ് മണ്ഡലങ്ങളിൽ, കോൺഗ്രസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചത്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, നിങ്ങൾ സദ്ദാം ഹുസൈനെ വരെ വെച്ച് വോട്ട് തേടിയ പാർട്ടിയാണ്. 1980 EK നായനാർ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ഏകീകൃത സിവിൽ നിയമത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി അദ്ദേഹം ഒരു ലേഖനം എഴുതുകയുണ്ടായി. തുടർച്ചയായിട്ട് 2, 3, 4 ലക്കങ്ങളിൽ ദേശാഭിമാനിയിൽ വന്നതാണ്. ഇന്ന് എഴുതുമോ നിങ്ങൾ ഏകീകൃത സിവിൽ നിയമത്തെ സ്വാഗതം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതാണ് ശരി, അതാണ് പ്രസക്തമായിട്ടുള്ളത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ശരീഅത്ത് നിയമം ഒരു ശാശ്വതമായ ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നായനാർ എഴുതി 80-ൽ എറണാകുളം പബ്ലിക് ലൈബ്രറിയിൽ നടത്തിയ ജനസംസ്കൃതി നടത്തിയ ഒരു സെമിനാറിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം 3, 4 ലക്കങ്ങളിലായിട്ട് ദേശാഭിമാനി കൊടുത്തു. അത് അന്ധക്കാലത്തിലെ ദേശാഭിമാനി, അന്ധക്കാലത്തിലെ പാർട്ടി. അതൊന്നും അല്ല ഇപ്പോൾ നടക്കുന്നത്. നിങ്ങളും നല്ല ഒന്നാന്തരമായിട്ട് വർഗീയത പറഞ്ഞ് വോട്ട് നേടാൻ പഠിച്ചിരിക്കുന്നു. അതിൽ കോൺഗ്രസ്സുകാരേക്കാൾ കോൺഗ്രസ്സുകാർ ഇപ്പോഴും MA MSCയുമായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. നിങ്ങളതിൽ PhD എടുത്തിരിക്കുന്നു. പിന്നീട് നികേഷ് പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് വന്നാൽ, ഞാൻ മനസ്സിലാക്കിയത് 5 മണ്ഡലങ്ങളെക്കുറിച്ചല്ല, 3 മണ്ഡലത്തിലാണ് ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം നടന്നത്. ഒരുപക്ഷെ പരാജയം സംഭവിക്കാവുന്ന, ഇതെൻ്റെ അറിവാണ് കേട്ടോ, ഈ പറഞ്ഞത് ശരിയാണോന്നില്ല. അതായത് മാവേലിക്കര, അതുപോലെ തന്നെ പിന്നെ ആറ്റിങ്ങൽ, മാവേലിക്കര, ആറ്റിങ്ങൽ, പിന്നെ ആലത്തൂർ, ഈ 3 മണ്ഡലങ്ങളാണ് സംശയത്തോടു കൂടി. അല്ല, ഞാൻ മനസ്സിലാക്കിയത് ഈ 3 മണ്ഡലങ്ങളെക്കുറിച്ചാണ് അവിടെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടന്നത്. പക്ഷേ ഇതേറ്റവും രസകരമായ, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, ഇനി 20 സീറ്റ് ജയിക്കുമെന്നവർ പറയുന്നു. ഇനി 16 ജയിച്ചാലും 14, 17 ജയിച്ചാലും 15 ജയിച്ചാലും ഇതൊന്നും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൻ്റെ മികവ് കൊണ്ടായിരിക്കില്ലെന്നും
അത് കൃത്യമായ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിന്നതുകൊണ്ടും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പിന്നെ ന്യൂനപക്ഷങ്ങളുടെ ഒരു സമാഹരണം UDF അനുകൂലമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുമായിരിക്കും എന്നാണ് വളരെ കൃത്യമായിട്ട് നടന്നത്. മുരളി എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞൊന്നും ശരിയായിരുന്നില്ല. പക്ഷേ അവിടെ 200ഓളം ബൂത്തുകൾ നിഷ്ക്രിയമായിരുന്നു. തൃശ്ശൂർ പോലുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ 200ഓളം ബൂത്തുകൾ നിഷ്ക്രിയമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മറ്റെല്ലാ മണ്ഡലങ്ങളിലും സംഘടനാ ദൗർബല്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ ചർച്ചകൾ നടന്നു. അതാണ് എന്റെ വിഷയം. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, താങ്കളോട് ചോദിച്ചതിന്റെ ഉദ്ദേശം അതാണ്. അതായത് കെ സുധാകരൻ KPCC അധ്യക്ഷനായി വരുന്ന സെമി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആളാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 234 ബൂത്തുകളിൽ ആളിരിക്കാനുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. താങ്കളിപ്പോൾ തൃശ്ശൂരിന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചു. ഞാനത് മുരളി അത് ആ കണക്ക് പറഞ്ഞതുകൊണ്ടാണ് തൃശ്ശൂരിൻ്റെ പറഞ്ഞത്. എല്ലാ മണ്ഡലങ്ങളെക്കുറിച്ചും ഈ പരാതിയുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ താങ്കൾ പറഞ്ഞു AICC ജനറൽ സെക്രട്ടറി പിന്നെ അവരുടെ കയ്യിൽ ഒരു കത്തുണ്ട്. അത് ഡ്യൂറിങ് ദ ഇലക്ഷൻ പ്രോസസ്സ്. അതാണ് അതിപ്പോൾ ഇലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് കഴിയുമ്പോൾ തീർന്നോ അതോ ഇനി പിന്നെ കൗണ്ടിങ് കൂടെ കഴിഞ്ഞ് പിന്നെ ഫലം അറിഞ്ഞതിന് ശേഷം മതിയോ എന്നുള്ളൊരു തർക്കമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സിൽ നടക്കുന്ന ഒരു കാര്യം, ഇനി തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു മാറ്റം വരണം. ഇനി കണ്ണൂർ സുധാകരൻ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം MP ആയിട്ട് തുടരട്ടെ, 2 പോസ്റ്റുകൾ വേണ്ട. എന്താണെങ്കിലും ഇന്ന് അദ്ദേഹം പിന്നെ പദവി സ്വീകരിക്കാനായിട്ട് വന്നതാണ്. KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ വന്നതാണ് വാസ്തവത്തിൽ തിരുവനന്തപുരത്ത്. പക്ഷേ അദ്ദേഹത്തിനെ അനുകൂലിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് മൊത്തത്തിലുള്ളൊരു വികാരം തൽക്കാലം ഫലം വരുന്നതുവരെ കെ സുധാകരൻ തന്നെ ഹസൻ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരട്ടെ എന്നുള്ളതാണ്. MM ഹസൻ തുടരട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സുധാകരൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിനെതിരായിട്ട് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ അതിശക്തമായൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഈ സെമി കേഡർ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ സുധാകരനെ മാത്രം കുറ്റം പറയുന്നില്ല. സുധാകരൻ ഒറ്റയ്ക്ക് സെമി കേഡർ ഉണ്ടാക്കാൻ പറ്റില്ല, ഇതൊന്നും നടക്കത്തില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം അതൊരു കണ്ണൂർ കമ്മിറ്റിയാക്കി KPCCയെ അല്ലെ KPCCയിലെ ഭരണ സംവിധാനത്തെ മാറ്റുകയോ മാറുകയോ ചെയ്തു. ഇതൊക്കെ പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടിൻ്റെ ബലത്തെ വല്ലാതെ ബാധിച്ചു. അത് ക്ഷയം ഉണ്ടായി എന്ന കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതിപ്പോൾ തെരഞ്ഞെടുപ്പിലെ ഫലം അതുമായിട്ട് വലിയ കാരണമൊന്നുമില്ല. 20 സീറ്റ് ജയിച്ചെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ഇതിൻ്റെ സംഘടനാ സംവിധാനത്തിൽ ഒരു മാറ്റം വേണം എന്നുള്ള ഒരു സണ്ണിക്കുട്ടി അബ്രഹാം, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ തിരിച്ചു വരികയാണെങ്കിൽ അതിശക്തമായ നിലപാടെടുക്കുമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ മറ്റൊരു നിരീക്ഷണം കൂടി ഞാൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാം. അഥവാ തനിക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നില്ലെങ്കിൽ ഞാൻ രാജിവെക്കുമെന്ന് വിശ്വസ്തരോട് പറഞ്ഞു എന്നാണ് ചില സോഴ്സസ് പറയുന്നത്. അതെ നികേഷ്, ഞാനും അത് കേട്ട ഒരു കാര്യമാണ്. പക്ഷേ എനിക്കൊരു കൺഫേം ചെയ്യാൻ മേലാത്തത് കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. ഇത് ഒരു വശത്തെ ചിന്തയാണ്. മറുവശത്ത് മറ്റൊരു ചിന്ത കേരളത്തിലെ കോൺഗ്രസ്സിൽ നടക്കുന്നുണ്ട്. അവർ പറയുന്നത് അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നവർ എടുക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് ഒരു 13ഓ 14ഓ സീറ്റിലൊക്കെ UDF ഒതുങ്ങും. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു വിജയമല്ല. കാരണം 20ഉം ജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇത്തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 13ലോ 14ലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ പ്രസിഡന്റും മാറട്ടെ, പ്രതിപക്ഷ നേതാവും മാറട്ടെ, ഒരു പുതിയ സംവിധാനം വരട്ടെ എന്നൊക്കെ പറഞ്ഞ ഉള്ള ചർച്ചകളും ചിന്തകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇപ്പോൾ ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസ്സിൽ കത്തി നിൽക്കുകയാണ്. താങ്കൾ പറഞ്ഞത് ഞാനും കേട്ടതാണ്. പക്ഷേ എനിക്കിൻ്റെ അത്ര കൺഫർമേഷൻ ഇല്ല. Debate with MV Nikesh Kumar.